അപ്പോൾ നമസ്കാരം, ഷെഫ് ലിജു ആണ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ സിഡ്നിയിലെ 5-ാമത്തെ ദിവസമാണിന്ന്. ഞാനിന്ന് താമസിക്കുന്ന ഹോട്ടലിൽ ഇന്ന് ഇന്നലെ ഇച്ചിരി ലേറ്റായി പോയി. അപ്പം രാവിലെ ഞങ്ങൾ സിഡ്നി സൂ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. ഞാനും ഉണ്ട്, നമ്മളെ ലൗജിൻ ചേട്ടനും ഉണ്ട്. അപ്പോൾ കോഫി വേണോ? കുടിക്കും കോഫി വിഷമൊന്നുമില്ലല്ലോ. അല്ല, നിങ്ങൾ കുടിക്കുമെന്ന് സംശയത്തിൽ ഞാൻ വലുത് വാങ്ങിച്ചു, പകുതി അടിക്കാന്ന് വെച്ചാൽ. അടിച്ചോ? ഇടയ്ക്ക് അടിക്കാം. സീറ്റ് ബെൽറ്റ് ഇടണമെന്നാണ് നിയമം. അയ്യോ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൊച്ചു പയ്യനാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത്. കുഞ്ഞും പിള്ളേരുടെ മനസ്സാണ്. സിഡ്നി സൂ കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ആളതേ പുറത്തേക്ക്. ഒപ്പിയെടുക്കാൻ വന്നവന് അയ്യോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മെൽബൺ പോകേണ്ട ആളാണ്. പക്ഷേ ഇത്രയും വലിയൊരു കമ്പനിയെ കിട്ടിയപ്പോൾ ഞാൻ ഇന്ന് പോകണ്ട. ഇങ്ങനെ ഇവിടെ ഹോട്ടൽ എടുത്തിട്ടുണ്ട്. 2 ദിവസം വെറുതെ ഞാൻ ഇരിക്കുകയാണ്. നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് രാവിലെ 10 മണിക്ക് അല്ലേ? നാളെ 10 മണിക്ക്. അത് ആരുമായിട്ടാ മീറ്റിംഗ്? നാളെ ഏതോ ഒരു സായിപ്പ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഞാനൊരു കാര്യം, നമ്മുടെ ലൗജിൻ ചേട്ടനെ പറ്റിയിട്ട് പലർക്കും അറിയത്തില്ല ഈ വീഡിയോയ്ക്കകത്ത്. നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ലൗജിൻ ചേട്ടനെ പറയാൻ ഇന്നലെ അവൻ്റെ പേരെന്തായിരുന്നു? ആശിഷ്. അവൻ്റെ വാച്ചാ സമയത്ത് എനിക്ക് അവൻ്റെ പേര് മനസ്സിലാകത്തില്ല. ആശിഷ്. ഇന്നലെ ആശിഷ് ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് നമുക്ക് അവനില്ല. അവൻ്റെ ഒരു ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി ബ്രിസ്ബെയിനല്ലേ അവൻ പോയത്? ബ്രിസ്ബെയിനിൽ വെളുപ്പിനെ പോയി. അപ്പോൾ അവൻ ഇന്ന് ചെക്കൗട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് മെൽബൺ പോയിട്ട് എൻ്റെ മറ്റേ ഫ്രണ്ട്സില്ലേ അവരുടെ കൂടെ നിൽക്കാമെന്നാണ് കരുതിയത്. അവർ വന്നിട്ടില്ല, അവർ 26-ാം തീയതി വരുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു കീ ആക്സസ് ഉണ്ട്, മറ്റേ പാസ്വേഡുള്ള കീ ആക്സസ് ഉള്ളതാണ്. അപ്പോൾ അത് നമ്പർ എനിക്കറിയാം. അപ്പോൾ ഞാൻ മതിലിയാടി മെല്ലെ അകത്ത് കയറി വീട് തുറന്ന് കയറാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ 2 ദിവസം വെറുതെ അവിടെ ഇരിക്കണം. അവർ 26-ാം തീയതി വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഞാനിവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, എനിക്കൊരു കമ്പനിയില്ല, നീ എൻ്റെ കൂടെ 2 ദിവസം നിൽക്കാൻ പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു വന്ന ടോപ്പിക്, ഇവരെല്ലാം സോഫ്റ്റ്വെയർ റിലേറ്റഡ് ബിസിനസ് ചെയ്യുന്നവരാണ്. അവനും സോഫ്റ്റ്വെയറാണ്, ലൗജിൻ ചേട്ടനും സോഫ്റ്റ്വെയറാണ്. ഇനി നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. നിങ്ങളെപ്പറ്റി അവിടെ ഇവിടെ വീഡിയോസ് അത് ചെറിയ പാലക്കാരനെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാലും ശരിക്കും നിങ്ങൾ ആരാ? വാട്ട് യു ഡു പ്രൊഫഷണലി? ഞാൻ പ്രൊഫഷണലി അങ്ങനെ വളരെ പർട്ടിക്കുലറായിട്ട് പ്രൊഫഷണലി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയാം. അല്ലെങ്കിൽ ഞാൻ ഫണ്ടമെൻ്റലി ഒരു മരങ്ങാട്ട പുള്ളിക്കാരൻ, പാലക്കാരൻ, കയ്യിൽ കൊടുത്ത് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാലക്കാരൻ. പക്ഷേ ലോകം മൊത്തം ചുറ്റി നടക്കുന്ന, അമേരിക്കയിലും UK-ലും ദുബൈയിലും ഒക്കെ ഇറങ്ങി നടക്കുന്ന പക്ക സോഫ്റ്റ്വെയർ കമ്പനി റൺ ചെയ്യുന്ന ഒരു ഓൺട്രപ്രണറും കൂടെയാണ് ഇങ്ങേര്. സംഭവം ഇങ്ങേര് തനി പാലക്കാരനാണ്. പറയുമ്പോൾ എടാവുക എന്നാടാവുക എന്നൊക്കെ പറയുന്ന തനി പാലക്കാരനാണെങ്കിലും ലിറ്ററലി ഹീ ഈസ് എ സക്സസ്ഫുൾ ഓൺട്രപ്രണർ ഓൾസോ. ഇപ്പോൾ ഞാൻ ഈ BNI മീറ്റിങ്ങിന് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വലിയ ബിസിനസ് കിട്ടുക എന്നുള്ളതല്ല, ഇവരെ പോലെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നത് നമുക്കൊരു മോട്ടിവേഷൻ. ഇനി നിങ്ങളെ പറ്റി പറഞ്ഞു. ഞാൻ ഇൻഫോ പാർക്കിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ട്, ക്യുബറ്റ് എന്നാണ് പേര്. ക്യുബറ്റ്. CUBET. കാരണം സ്പെല്ലിങ് പറയാൻ കാരണം സിമിലർ ആയിട്ടുള്ള വേറെ 1-2 കമ്പനിയും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കമ്പനിയുടെ പേര് ക്യുബറ്റ് എന്നാണ്. ഇൻഫോ പാർക്കിലാണ്. നമ്മളൊരു 10-15 വർഷമായിട്ട് സോഫ്റ്റ്വെയർ കൺസൾട്ടിങ്, IT കൺസൾട്ടിങ്, സോഫ്റ്റ്വെയർ. ക്ലയൻസ് ആരൊക്കെയാണ്? നമ്മുടെ ക്ലയൻസ് എന്ന് പറയുന്നത് ടെലികോം, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ കമ്പനികളാണ്. 99% കസ്റ്റമേഴ്സും വെളിയിലുള്ളവരുണ്ട്. ഇന്ത്യക്ക് വെളിയിലുള്ള കസ്റ്റമേഴ്സാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. UK, US, ഓസ്ട്രേലിയ, ആഫ്രിക്ക, സ്കാൻഡിനേവിയൻ കൺട്രീസ്, ഇതൊക്കെയാണ് നമ്മളുടെ മെയിൻ മാർക്കറ്റായിട്ടുള്ളത്. ഓക്കെ. വലിയ കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് ജീവിച്ചു പോകുന്നു. അതാണ്. അപ്പം ഒരു ഓൺട്രപ്രണറാണ് നമ്മളെ അടുത്തിരിക്കുന്നത്. നാട്ടിൽ നിന്ന് ഒരു സോഫ്റ്റ്വെയർ ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആയവരെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ നേരിട്ട് അങ്ങനെയൊന്നും പറയാറായിട്ടില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതയാത്രയിലുള്ള ഓരോ അത് എളിമകൊണ്ടാണ്. പക്ഷേ നമുക്ക് ഒരാളെ പറ്റി ഇപ്പോൾ ഞാൻ ഇങ്ങനെ തമ്മിൽ 2-3 ദിവസത്തെ പരിചയമുള്ളെങ്കിലും നമുക്ക് ഒരാളുടെ ഒരു പ്രത്യേകം, നമ്മളും ബിസിനസ്സിലാണ് നിൽക്കുന്നത്, ചേട്ടനും ബിസിനസ് ചെയ്യുകയാണ്. അപ്പം നമുക്കൊരാൾ പോകുന്ന വഴി അല്ലെങ്കിൽ വന്ന വഴികളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹീ ഈസ് ഗോയിങ് ഇൻ റൈറ്റ് ഡയറക്ഷൻ. സോ ഐ തിങ്ക് ഹീ ഈസ് എ സക്സസ്ഫുൾ, ഈസ് already successful. he will be more successful in the future. But അപ്പോൾ ആ ഒരു നമുക്കൊരു മോട്ടിവേഷനാണ്
നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയത് വലിയ സന്തോഷമാണ്. ഇനി അത് പറയാൻ പോകുന്നത്, ഇനിയുള്ള വീഡിയോകൾ ചിലപ്പോൾ ഇനിയും നമ്മൾ ലവ് ജിഞ്ചറിനെ പറ്റി കാണും. കാരണം എൻ്റെ ഈ ചാനൽ ഉദ്ദേശിക്കുന്നത് അതാണ്. സോ വി ആർ ഹിയർ ടു മോട്ടിവേറ്റ് ലോട്ട് ഓഫ് യങ് ഓൺടർപ്രണേഴ്സ് ഇൻ ഇന്ത്യ, എസ്പെഷ്യലി ഇൻ കേരള. നമ്മൾ ഈ വെളിരാജ്യത്തൊക്കെ പോയി പണിയെടുക്കുന്ന ഒരുപാട് പിള്ളേരുള്ള നാടാണ് നമ്മുടെ കേരളം. അപ്പം നമ്മുടെ നാട്ടിലും ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആകാൻ പറ്റുമെന്ന് തെളിയിച്ചിട്ടുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യാനും തെളിയിച്ചിട്ടുള്ള ആൾക്കാരുടെ വിഷൻ എന്താണ്, അവരെന്ത് ചെയ്തിട്ടാണ് സക്സസ്ഫുൾ ആയതെന്ന് അറിയുമ്പോൾ അങ്ങനെ ഞാൻ ചേട്ടൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, എൻ്റെ ഈ ചാനൽ തുടങ്ങാനുള്ള മെയിൻ കാരണം ഞാൻ ഈ ചെയ്യുന്ന 100 days of journey, എൻ്റെ ഈ 8000 square feet പുതിയതായിട്ട് പണിയാൻ പോകുന്ന റെസ്റ്റോറൻ്റ് ഇല്ലേ, അത് ഞാൻ സ്ക്രാച്ച് തൊട്ട് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഞാൻ ഫൗണ്ടേഷൻ ചെയ്തത്, എങ്ങനെയാണ് ഞാൻ അതിനകത്ത് മെഷീനറീസ് വാങ്ങിക്കുന്നത്, എങ്ങനെയാണ് ഞാനത് സെറ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് വേണമെങ്കിൽ അത് പറയാതിരിക്കുക, പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് അതൊരു ഇൻഫർമേഷൻ ആവുകയാണെങ്കിൽ അല്ലേ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. കുറേ ആൾക്കാർ ചിന്തിക്കാറുണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഐഡിയ അടിച്ചുകൊണ്ട് പോകും, നമുക്ക് അവൻ കൗണ്ടർ ബിസിനസ് തുടങ്ങും. ഒന്നുമില്ല. എൻ്റെ ബിസിനസ്സിൽ എൻ്റെ ഏർലി ഡേയ്സിൽ എനിക്ക് ആ തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഓഫീസിൽ നമ്പേഴ്സ് ഭയങ്കര കോൺഫിഡൻഷ്യലായിട്ട് വെക്കുമായിരുന്നു. ആൾക്ക് പൈസയുടെ കാര്യമില്ല, ആൾക്കാരൊക്കെ അറിഞ്ഞാൽ അവരൊക്കെ എന്നെ വിചാരിക്കും, നമുക്ക് ഇത്രയും ലാഭം ഉണ്ടെന്ന് ആൾക്കാർ അറിയുള്ളൂ എന്നുള്ള ഒരു തെറ്റായ വിശ്വാസം, അല്ലെങ്കിൽ തെറ്റായ ധാരണ, അറിവില്ലായ്മ കൊണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ കമ്പനി ഇങ്ങനെ എഴയുന്ന പോലെയായിരുന്നു വളർന്നുകൊണ്ടിരുന്നത്. ലെറ്റ്സ് ഇയർലി ഗ്രോത്ത് സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് ആയിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് ട്രെയിനിങ്ങും അങ്ങനെയുള്ള കുറേ ഉപദേശങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫീസിലൊരു സീനിയർ ആയിട്ടുള്ള കുറേ ആൾക്കാരിലേക്ക് നമ്മളുടെ വിഷൻ ഷെയർ ചെയ്തു. നമുക്ക് എന്താണ് ഇപ്പം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്പേഴ്സ് ഇതാണ്, നമുക്ക് എവിടെയാണ് എത്തേണ്ടത്, അങ്ങനെയുള്ള കുറച്ചുകൂടി നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയി ആൾക്കാർക്ക് കുറച്ചുകൂടി ഇൻവോൾവ്മെൻറ്റ് കൊടുത്തപ്പോൾ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ ഉള്ള നമ്പർ, ഒബ്വിയസ്ലി ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് വന്നു. അതിനി ഒരു 4 ഡിജിറ്റിലേക്ക് പോട്ടെ എന്നാണ്. അത് ഇയർ ഓൺ ഇയർ നല്ല ഗ്രോത്ത് വരുന്നുണ്ട്. അപ്പം അതായത് നമ്മൾ ഒരാൾ അത് ഷെയർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമതൊരു കാര്യം അല്ലേ, ലൈക്ക് ആസ് യു സിറ്റിസൺ, ലൈക്ക് യു ആർ ഇന്ത്യൻ റൈറ്റ്, ഐ ആം ഓൾസോ ഇന്ത്യൻ. നമ്മുടെയൊക്കെ ഒരു ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ റെപ്രസെൻറ്റിങ് ഇന്ത്യ ഇൻ വൺ ഓർ അനദർ വേ അല്ലേ. നമ്മൾ നമ്മുടെ നാടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരാണ്, നാട്ടിൽ ബിസിനസ് ചെയ്യുന്നവരാണ്. സോ ദിസ് ഈസ് നമ്മൾ ബാക്കിയുള്ളവർക്ക് കൂടെ മോട്ടിവേഷൻ ആവുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഇപ്പോൾ എന്നെ ഭയങ്കര സംഭവമാക്കി കാണിക്കാനല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നാട്ടിൽ സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മളൊരു സക്സസ് എത്തുമ്പോൾ അതിനകത്തൊരു മധുരമില്ലേ, നമ്മൾ പറയുന്ന പോലെ നമ്മൾ ചോക്ലേറ്റ് കൊടുക്കുന്നിടത്തൊരു മധുരമില്ലേ, അതുപോലെ ക്രീം ഓൺ എ കേക്ക് അല്ലേ എന്നല്ലേ പറയുന്ന പോലെ അല്ലേ. ക്രീം ഓൺ എ കേക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടും, കാരണം അവളൊരു ബേക്കറാണ്. വേണ്ട, നമ്മളെ കോമ്പറ്റീഷനാണ്. പക്ഷെ അങ്ങനല്ല, ചുമ്മാ ചേച്ചി ശരിക്കും പറഞ്ഞാൽ പാഷൻ്റെ പുറത്ത് ചെയ്യുന്നത്. ഞങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വി ആർ ഫ്രം ഗ്രാൻഡ് ഫാദേഴ്സ് ടൈം വി ആർ ഡൂയിങ് ദിസ്. ബട്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നത്, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ ചേച്ചിയുടെ അടുത്ത് ചേച്ചിക്ക് എന്തെങ്കിലും എൻ്റെ സൈഡിൽ നിന്ന് ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ കൊടുക്കാൻ പറ്റും. കാരണം അതുകൊണ്ടൊന്നും നമ്മുടെ ബിസിനസ് ഒരിക്കലും പോകുന്നില്ല. ഇത് വേറൊരു എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതൊരാളുടെ പാഷനാണ്. ആ ആൾ ഇഷ്ടത്തോടെ വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന ആ ഒരു സമയം കളയാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിലും ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു സാധനമാണ്. സോ അതിന് ചേച്ചിക്കുള്ള ബിസിനസ് യൂണീക്കാണ്. ഇപ്പോൾ ചേച്ചി ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് സാധനങ്ങൾക്ക് അതിൻ്റെതായ ടേസ്റ്റ് ഇല്ല. ഭയങ്കര അവിടെ ഭയങ്കര ഏറ്റവും ഓതൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങളിട്ട് ഭയങ്കര സംഭവമായിട്ട് ചെയ്യുന്നതാണ്. പുലരി ബേക്സ് ബൈ റോഷ്നി എന്നാണ് എൻ്റെ പേര്. പുലരി ബേക്സ് ആവും. ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ അതിൻ്റെ ലിങ്ക്സ് ഇടാണെങ്കിൽ ഉറപ്പായിട്ടും ഇടാം. അവൾ ഭയങ്കര പാഷനായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. ചേച്ചി എറണാകുളത്തല്ലേ? എറണാകുളത്ത് എവിടെയാണ്? എറണാകുളത്ത് വെണ്ണല ആണ് ഞങ്ങൾ ജീവിക്കുന്നത്. അവൾ ബേസിക്കലി വീട് ഇപ്പോൾ അവിടെ വെണ്ണലയാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം, വെണ്ണല. ഓക്കെ. അപ്പോൾ ഞാൻ ബേസിക്കലി ബിജു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എൻ്റെ ബിസിനസ്സിൻ്റെ ആദ്യ ഭാഗങ്ങൾ മുതൽ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ ബിസിനസ് എൻ്റെ ഭാഗത്ത് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ബേസിക്കലി എക്സിബിഷൻസിലും ഇവൻസിലും ഒക്കെ. ഇപ്പം പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ IT കമ്പനികൾ തന്നെയുള്ള ആൾക്കാരായിരുന്നു ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കോമ്പറ്റീഷൻ അല്ലേന്നേ. പക്ഷേ ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അത്രയല്ല, നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് ഉണ്ടാകും, കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും നമുക്ക്. സത്യം. അത് ഭയങ്കര അവിടെയൊക്കെയാണ് നമ്മളുടെ ആ തോട്ട് പ്രോസസ്സിൽ കുറച്ച് കറക്ഷൻസ് വരുത്തുമ്പോൾ നമുക്ക് ഭയങ്കര മാറ്റം വരുത്താൻ പറ്റുന്നല്ലേ ചില ഏരിയാസ്. ഇറ്റ്സ്
ലൈക്ക് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് BNIയുടെ മീറ്റിങ്ങിൽ വെച്ച് കണ്ടു. ഐ ആസ്ക്ഡ് വാട്ട് യു ഡൂയിങ്. പുള്ളിക്കാരൻ ഞാൻ ഷെഫാണെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പാലക്കാരനാണ്, എൻ്റെ പെണ്ണുമ്പിള്ള കോട്ടയംകാരിയാണ്. അപ്പോൾ കണക്ഷൻ ദെൻ എൻ്റെ അടുത്ത് പറഞ്ഞു അതുപോലെ ഒരു ബ്രദർലി ഹുഡ്. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്നലെ നമ്മൾ പോയില്ലേ മറ്റേ ബ്ലൂ മൗണ്ടൻസ്, അതിനകത്ത് യാത്രയിലൊക്കെ ഞങ്ങൾ സംസാരിച്ച ബിസിനസ്സിനെ പറ്റിയിട്ടാണ്. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. ലൈക്ക് യു ക്യാൻ ലേൺ ഫ്രം എനി വൺ. ലൈക്ക് നമ്മൾ എല്ലാ ദിവസവും പഠിക്കാൻ തയ്യാറായിരിക്കണം. എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ നമ്മൾക്ക് എപ്പോഴും ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു ഷെഫിൻ്റെ അടുത്തു നിന്ന് അല്ലെങ്കിൽ എനിക്കറിയാത്തൊരു കാര്യം വേറൊരു ഷെഫ് പറഞ്ഞു തരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കാരണം യു നീഡ് ആൻ ആറ്റിറ്റ്യൂഡ് ടു ലേൺ, അല്ലേ? കറക്റ്റ് അല്ലേ? നമ്മുടെ BNIയുടെ ഒരു സാധനമുണ്ടല്ലോ, നെവർ സ്റ്റോപ്പ് ലേണിംഗ്. ഒരു ക്യാപ്ഷൻ ലൈഫ് ലോങ് ലേണിംഗ്. ഇനി ഞാൻ ഈ സാധനങ്ങളൊക്കെ ഓർത്തിരിക്കുക വെച്ച ബുദ്ധിമുട്ടുകൊണ്ടാണ് എൻ്റെ പ്രശ്നം. അതാ ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയൊരു ടാഗാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പം കുക്കിങ്ങിൽ തന്നെ വർഷങ്ങളായിട്ട് ഒരുപാട് പുതിയ കാര്യങ്ങളാണ്. കിച്ചണിൽ തന്നെ പുതിയ ടെക്നോളജീസ്, പുതിയ എന്താ പറയുന്നത് മെഷീനറീസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. നമ്മൾ അപ്ഡേറ്റഡ് ആകുക, അതാണ് ഇതിനകത്തെ മെയിൻ സാധനം. ഇപ്പം അണ്ണനാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു 7 ലക്ഷം രൂപയുടെ ഒരു കമ്പ്യൂട്ടർ അല്ലേ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഓഫീസിലേക്ക് വേണമെന്ന് പറഞ്ഞു. ദാറ്റ്സ് എൻ AI റിക്വയർമെൻറ്റ്. നമ്മളൊരു AI കാലഘട്ടത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ ആ 7 ലാക്സിൻ്റെ കമ്പ്യൂട്ടറോ ഞാൻ അവിടെ ചിന്തിച്ചു ഇതൊന്ന് സൂപ്പർ കമ്പ്യൂട്ടറോ 7 ലക്ഷം രൂപയുടെ കമ്പ്യൂട്ടർ. ചിലപ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്നവർക്കറിയാം, ചിലപ്പോൾ അത് ചീപ്പായിരിക്കാം, ചിലപ്പോൾ അത് ഒത്തിരി എക്സ്പെൻസീവ് അല്ല, എന്നാൽ മിഡിലായിരിക്കാം. പക്ഷേ ചേട്ടനെ സംബന്ധിച്ചോളം ഒരു സാധനത്തിന് ഒറ്റയടിക്ക് 7 ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പം ഒരു സമയം ഒന്ന് പോസ് ചെയ്തിട്ട് ചിന്തിച്ചു ലൈക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ വേണ്ടോ, എത്രയും എക്സ്പെൻസീവ് ആണല്ലോ. പക്ഷേ ചേട്ടൻ ചെയ്ത് തന്നെ ചേട്ടൻ അത് അവരുടെ ചേട്ടൻ്റെ മാനേജേഴ്സ് ഉണ്ട്, പുള്ളിക്ക് അവർക്ക് വിട്ടുകൊടുത്തു. അപ്പോൾ അവർ പറയുകയാണ് അല്ലേ നമുക്കത് ആ ഒരു കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി വേണമെന്ന് പറയുകയാണെങ്കിൽ ഈ സെറ്റ് ലൈക്ക് ഗോ ഫോർ ഇറ്റ്. ലൈക്ക് 7 ലക്ഷം രൂപ പർച്ചേസ് ചെയ്യാനാണ് പറഞ്ഞത്. സോ അതാണ് ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി റൺ ചെയ്യുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ ലീഡേഴ്സാണ്, അല്ലേ? ടീമല്ലേ റൺ ചെയ്യുന്നത്. അപ്പം ആ ഒരു നമ്മുടെ നാട്ടിലെല്ലാവരും കുഴപ്പമാണ്. അത് ഞാൻ ചേട്ടനിൽ നിന്ന് പഠിച്ചതാണ്. നമ്മൾ ചെയ്താൽ മാത്രമേ കറക്റ്റ് ആവുള്ളൂ, നമ്മൾ ചെയ്താൽ മാത്രമേ അത് എന്താ പറയുന്നത് നടക്കുകയുള്ളൂ എന്നുള്ളൊരു പോയിന്റിൽ നിന്ന് ചേട്ടനൊക്കെ എടുത്ത പോലെ ഒരു തീരുമാനമാണ്. ആ ടീമിനെ വിശ്വസിച്ചിട്ട് ആ ടീമിനെ ആ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിട്ട് ചേട്ടൻ മാറിയെന്ന് കളി കാണണം. അതിൻ്റെ ഒരു എഫക്റ്റാണ് ഇപ്പം ഒരു ടെൻഷനും ഇല്ലാതെ ഇടയ്ക്ക് 10 ദിവസം കണ്ട കഴിഞ്ഞ പ്രാവശ്യം കമ്പനിയിൽ പോയത്. മൊത്തം ടീമാണ് ഓടിക്കുന്നത്, ഫുൾ നിങ്ങളുടെ ഓപ്പറേഷൻ ടീമാണ് ഓടിക്കുന്നത്. ചേട്ടൻ ട്രാവൽ ചെയ്യുന്നു, പലരുമായിട്ട് US പോകുന്നില്ലേ എന്നാ ഡിസംബറിൽ ദുബായിക്ക് പോകുന്നില്ലേ, അത് UK പോയിനി ഫെബ്രുവരി. ഇങ്ങനെ കറങ്ങി നടക്കാണ് ഇങ്ങനെ ആ സിസ്റ്റം ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്തിട്ട് ആ സിസ്റ്റം തുറന്ന് വിട്ടിരിക്കുക. ഇങ്ങനെ ഫ്രീ ബേർഡാണ് അല്ലേ. സോ ദാറ്റ്സ് ഹൗ you made a system. What I'm trying to say is you made a system. See, that's the point. So he made a system. That system is running the business. He is not running the business. That's how he have a freedom to spend time with family. ഇതൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ചതാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട്. ഞാൻ തെള്ളുന്നതല്ല. This is what I learned from him. This is what I want to share with you guys. Anyway, നമ്മളിപ്പം സൂയിലേക്കാണ് പോകുന്നത്. ബാക്കി ഇതൊന്നും ഞാനും തള്ളുന്നല്ല കേട്ടോ, ഇതൊക്കെ എനിക്കറിയത്തില്ലായിരുന്നു. ചേട്ടനും പഠിച്ചാണ്. ഞാനൊരു 10 വർഷത്തോളം ഇതൊന്നും ഇല്ലാതെ ഈ പറഞ്ഞ പോലെ മുക്കിലെ രാജ്യത്തെ മുറുമുക്കൻ രാജാവ് എന്ന് പറയുന്ന പോലെ ഞാൻ ചെയ്താലേ എല്ലാം ശരിയാകുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഓടിച്ചതായിരുന്നേ. അതിനുശേഷം കുറച്ച് ട്രെയിനിങ്ങുകൾ, കുറേ കൺസൾട്ടൻസി ഞാൻ തന്നെ ഫിനിഷ് ഇങ്ങനെയൊക്കെയുള്ള കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ചിന്ത വന്നത്. കുറച്ച് നമ്മൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. കുറച്ച് സമയം എടുത്തു. ഇതൊന്നും പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ദർ ഇസ് എ ബിഗ് ഗ്രോത്ത്, ബിഗ് ഡിഫറൻസ് വെൻ ടീം റൺസ് ദ ഷോ. എസ്പെഷ്യലി ഞാനൊരു സിംഗിൾ ഫൗണ്ടറാണ്. നമുക്ക് വേറെ പാർട്ട്നേഴ്സ് ഒന്നും ഇല്ലല്ലോ. 5000 രൂപ മൂലധനത്തിൽ തുടങ്ങിയ മനുഷ്യനാണെങ്കിൽ വെറും 5000 rupees. സോ ഐ ആം സോ ഇൻസ്പയർഡ് ബൈ യു. സീരിയസ്ലി ഐ ആം സോ അല്ല സീരിയസ് ആയിട്ടും അതല്ല ഓക്കെ യു ആർ എ റോൾ മോഡൽ ഫോർ അസ്. ലൈക്ക് ഐ മീൻ ഫോർ ദിസ് യങ് ജനറേഷൻ ഓൺട്രപ്രണേഴ്സ്. ഇങ്ങനെ ഒരു റോൾ മോഡലാണ്. അപ്പം ഇല്ല പറയട്ടെ, പുകഴ്ത്തുന്ന ഒന്ന് ഞാൻ ഉള്ള കാര്യം പിന്നെ പറയാം. ഇനിയുള്ള വീഡിയോകളിൽ ഇപ്പം ഞാൻ ഒരു കൊലാബ് ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. മേ ബി വെൻ വി റീച്ച് ബാക്ക് കേരള ഐ വാണ്ട് ടു ഗോ ആൻഡ് സിറ്റ് ഇൻ ദിസ് ഓഫീസ്. വി വാണ്ട് ടു ഡു എ കൊലാബ്. സോ
ഇനിയുള്ള വീഡിയോസിൽ എപ്പോഴെങ്കിലും നമ്മുടെ ലവ് ജിൻ ചേട്ടൻ, ലവ് ജിൻ എന്നല്ല വിളിച്ചാൽ നിങ്ങൾ കറക്റ്റ് ഇങ്ങനെ പേര് ഭയങ്കര യൂണീക്കാണ് കേട്ടോ. ലവ് ജിൻ ചേട്ടൻ്റെ വീഡിയോസും ഉറപ്പായിട്ടും വരും. കാരണം നമ്മൾ ലവ് ജിൻ ചേട്ടൻ എന്ന് വിളിക്കണ്ട, ലവ് ജിൻ എന്ന് വിളിച്ചാൽ ഓക്കെ. ലവ് ജിൻ, മിസ്റ്റർ ലവ് ജിൻ ബ്രോ. എൻ്റെ ഓഫീസിലെ ഏറ്റവും പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ ലവ് ജിൻ എന്ന് പറയുന്നത് ഞാൻ അവരോട് അങ്ങനെയാ പറയാം. ഞാൻ കംഫർട്ടബിൾ ആണ്. ഞാൻ ചേട്ടൻ എന്ന് പറയുമ്പോഴേ പ്രായം തോന്നും. എന്താ സോറി, എന്നാൽ പിന്നെ വേണ്ട. എന്നെ സംബന്ധിച്ച് എൻ്റെ ബ്രദറാണ്, സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ എനിവേ പോയിന്റ് ഇതാണ്, നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ പുള്ളി കാണും എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ. ഒരു ഇൻസ്പിറേഷണൽ വീഡിയോസിൽ ഇനിയും ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ ഇനിയുള്ള ചെറിയ ചെറിയ വീഡിയോസിൽ. എപ്പോഴേലും നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നേ ഉള്ളൂ, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോസിൽ വരുന്ന വീഡിയോസാണ്. അപ്പം ഇനി വീഡിയോസ് ഗ്രോ ചെയ്യുന്നതനുസരിച്ച് പുതിയ പുതിയ കഥകൾ വരുന്നതിനനുസരിച്ച് ഇടയ്ക്ക് നമുക്ക് ലവ് ജിൻ ചേട്ടനെ കാണാൻ പറ്റും. ഇപ്പം ഞങ്ങൾ സൂയിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചോക്കണേ, 12 മണിക്കാണ് ഞങ്ങൾ സൂവിൽ പോകാൻ തീരുമാനിക്കുന്നത്. അപ്പം ബസ് എടുത്ത് പോയി കഴിഞ്ഞാൽ സൂ അടയ്ക്കുമ്പോൾ അവിടെ ചെല്ലുള്ളൂ. അപ്പം ഞങ്ങൾ ഒരു ഊബർ എടുത്ത് പോവാണ്. സോ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. സോ എനിവേ, സോ ലെറ്റ് സീ ഇൻ ദ സൂ റൈറ്റ്. കുഞ്ഞുങ്ങളുടെ മനസ്സുള്ള ആളുമായി ഞാൻ സൂയിലേക്ക് പോവുകയാണ്. ഓക്കെ, ബൈ ബൈ. അങ്ങനെ ഞങ്ങൾ സിഡ്നി സൂയിലെത്തിയിരിക്കുകയാണ്. അവിടെ ഒന്നൊരു ഫോട്ടോ എടുക്കണോ കെട്ടിപ്പിടിച്ചോണ്ട് നിന്ന്? ഞാനിത് കഴിക്കട്ടെ എന്നാ. കഴിച്ചിട്ടില്ല ഇതുപോലെ, കഴിക്കാൻ പോകണം. വാ, അത് അടിപൊളിയാണ്. കേട്ടത്തില്ല അവർ, ഫുഡ് വെളിയിൽ നിന്നല്ലേ. സോ ദിസ് ഈസ് ദ കൗണ്ടർ. ഫുഡ് കഴിക്കാൻ പോണേ. ഫുഡ് കഴിക്കട്ടെ, വിശക്കും. ഓക്കെ, എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് വിളിക്കാം. ക്യാമറയും ഫുഡും എല്ലാം കൂടെ ഒരു രക്ഷയില്ല. ഇന്നലെ നിങ്ങൾ ബർഗർ കഴിക്കുന്നത് കണ്ടല്ലേ, ഇന്ന് ബർഗർ കഴിക്കണം കാണണമെന്നില്ല. എല്ലാ ദിവസവും ബർഗർ തന്നെ ആയിരിക്കും. ഇതിലേക്ക് കയറുകയാണ്. താങ്ക് യു. നല്ല വെതർ ഇന്ന്, നല്ല ചൂടുള്ള വെതർ. നിങ്ങൾ ജാക്കറ്റ് ഇടാൻ പറ്റണല്ലോ. ഇന്നലെ ജാക്കറ്റ് ഇടുകയല്ലോ. ഇന്നലെ അതുപോലെ ഞാൻ ഇന്നലെ ആ ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ട് വന്ന എങ്ങനെയാണെന്നറിയാവോ? ഷോർട്സും ആ ടീഷർട്ട് ഇട്ടുകൊണ്ടാ. ഏത് ഹോട്ടലിൽ നിന്ന്? ഞാൻ സിഡ്നിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഓ, അത് ശരി. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല. അത് കഴിഞ്ഞ് ഈ ഹോട്ടലിൽ വന്നത് ഞാൻ ഈ ബ്ലൂ. നമ്മളെവിടെ ഇപ്പോൾ നിൽക്കുന്നത്? വി ആർ ഹിയർ റൈറ്റ്? യെസ്. ഇങ്ങനെ ഇറങ്ങി നമ്മളിങ്ങനെ വന്നിട്ട് ഇതാണല്ലോ എക്സിറ്റ്. ഈറ്ററിയാ എക്സിറ്റ്. ബാർ ഗാർഡൻ ഒക്കെ ഉണ്ടല്ലോ. ലയൺ ഡെക്ക് കഫേ. ലയണിനെ കണ്ട് കഴിക്കാം. തുടങ്ങാം. ഇങ്ങനല്ലേ പോകണം, ഇങ്ങനെ ആയിരിക്കും പോകേണ്ടത്. മറ്റേ സാധനം മിർക്കറ്റ്. ഓസ്ട്രേലിയ ഒരു സാധനമുണ്ട് മിർക്കറ്റ്. ഷോയിങ് ലൈക്ക് ദാറ്റ്. ഓ, അങ്ങോട്ടല്ലോ, ഇങ്ങോട്ട് തന്നെയാണ്. അങ്ങോട്ട് എൻട്രി ഒന്നും ഇല്ലല്ലോ, ഉണ്ടോ? പീപ്പിൾ കമ്മിങ് ഔട്ട് ഫ്രം ദ. എങ്ങനെ സോറി, ലെഫ്റ്റ് ചെയ്ത റൈറ്റ് എന്നറിയാത്ത 2 പേര്. ഈ സാധനം കൊള്ളാം അല്ലേ? ആ ഒരു ഞാൻ ഓപ്പറ ഹൗസിൽ ഇരുന്നപ്പം ഇപ്പോൾ പബ്ബിലൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട്. ഞങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ വെച്ച് ഹ്യൂമിഡ് അല്ലേ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതെ, നമ്മളവിടെ ഒന്നും ഈ കാലാവസ്ഥ ഒന്നും അല്ലല്ലോ. അപ്പോൾ ഇതാണ് സിഡ്നി സൂ ഗൈസ്. ഞാൻ ഇത്രയും നാൾ സിഡ്നിയിൽ നിന്നിട്ട് പോലും എനിക്ക് ഇതുവരെ വരാൻ പറ്റാത്തൊരു സ്ഥലമാണ്. കുഞ്ഞു മനസ്സിന് നമ്പരവുമായിട്ട് ഒരാൾ വന്നപ്പോൾ ഞാൻ വന്നു. എൻ്റെ പലപ്പോഴും ഇങ്ങനെയാണ് ഞങ്ങൾ എൻ്റെ തത്തുവിനെ ഞാൻ സൂയി കൊണ്ടുള്ള മെൽബണിലാണ്, ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഞാനേ തത്തുക്കുട്ട നീ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുവരും. ഓക്കെ, എൻ്റെ കൊച്ച്, മൂത്ത കൊച്ച് തത്തു. കാരണം അവളെ എന്താ പറയുന്നത്, അവളെ തത്തേന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. തത്ത ജനിച്ചപ്പോൾ തൊട്ട് തത്തേന്നാണ് വിളിക്കുന്നത്. പിന്നെ തത്തുവായി. അവസാനം കണ്ടുപിടിച്ചു ഗൈസ്. അവൻ എത്തി നോക്കും. നിങ്ങളെ പ്രായിക്കൊണ്ടാണെന്ന് തോന്നുന്നു. ചൂടത്ത് കിടന്നുറങ്ങുകയാണ് ഗൈസ്.
കേശവ മുകളിൽ ഇരിക്കുന്നുണ്ടോ? ആഹാ ശേ, നമ്മള് കണ്ടില്ലല്ലോ ഇവനെ. ആകെയൊക്കെ പേടിച്ചു. ഇവനാണ് കൂട്ടത്തിലെ വില്ലൻ. ഇവന്റെ ഫോട്ടോ എടുത്താണ്. അവനെ എങ്ങനെ അവനെ ഓസ്ട്രേലിയൻ ഭാഷ വിളിച്ചല്ലോ. ടൊട്ടുടു അല്ല മനസ്സിലാ, ഓസ്ട്രേലിയക്കാരെ എങ്ങനെ വിളിക്കുന്നത്? ഹേ മൈറ്റ്, mate. How are you, mate? What are you looking at, mate? Sorry, mate. See you, brother. പക്ക ഓസിയ കേട്ടോ, അവൻ പക്ക ഓസിയ കേട്ടോ. ഓസിയ ഹായ്. അയ്യോ അവനെ ഒന്ന് വിളിക്കണ്ടേ? അവൻ എന്നെ വിളിച്ചായിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ മറ്റവനെ അവൻ എത്തിയെന്ന് തോന്നുന്നു. അവനൊന്ന് വിളിക്കായിരുന്നു. നല്ല വെയിലുണ്ട്, ഇച്ചിരി കഴിഞ്ഞ് ഇറങ്ങിയാൽ മതിയായിരുന്നു. അല്ല അത് നന്നായി, ഇല്ല നമ്മൾ എത്തത്തില്ലായിരുന്നു. ഓ അവന്മാരുടെ സ്ഥലം, പക്ഷെ അവന്മാരും ഇല്ലല്ലോ. മറ്റേ മനുഷ്യനാണല്ലോ വെളിയിൽ. ചിലപ്പോൾ ഇവർ വരുന്ന സമയം ഇപ്പോഴല്ലായിരിക്കും കേട്ടോ. ഇവരെ അകത്ത് കയറ്റിയിരിക്കുക. അല്ലല്ല അവരകത്ത് കയറ്റിയിരിക്കുക. ഇവരെ ഇറക്കും ഒന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. തുറന്നിറക്കുന്ന സമയത്തായിരിക്കും വരുന്നത്. ഇതാണ് സുമാർട്ടാൻ ഒറങ്കുട്ടൻ. ഒറങ്കുട്ടന്മാരെന്തി? ഒറങ്കുട്ടന്മാരകത്തിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. എന്നാൽ അമ്മരകത്ത് കയറ്റിയിരിക്കുക. എന്തി അവൻ മേളോട്ട് എറിഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. മറ്റന്മാരെവിടെ പോയെന്നേ? Okay. This is the ancestors. Yes. Grandfather, grandmother. Specs actually, the second one. Everybody is here, you know. See? The second one look like it has specs actually. Oh, the second one, yeah. The third one looks like. I show you. Third one. See the third one. Sorry, man. Did you find kangaroos there? No, we are all going. He makes sure before take the ticket. He makes sure that there is kangaroos. He said otherwise I'm not going inside. And there is kangaroo. Which park is it? This is Sydney Zoo. It's really summer today, man. ഇന്നലെ ശരിക്കും സമ്മർ ആയത്. ഇതെന്ത് ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല? തിയേറ്ററോ? അപ്പോൾ അവരെന്ത് പരിപാടി നടത്താതെ? എന്ത് കുംഫു പാണ്ടയാണോ? ഇത് റെഡ് പാണ്ടയാണ്. ദിസ് ഈസ് റെഡ് പാണ്ട, നോട്ട് കുംഫു പാണ്ട. കളിക്കുന്നു. എക്സ്ക്യൂസ് മീ, 2 boys are playing in the water. കാണാൻ പറ്റില്ല. സാധനമില്ലേ, വെയിലായതുകൊണ്ട് കയറി പോയായിരിക്കുന്നേ. ഇവർക്ക് ചൂട് പറ്റുന്നില്ലായിരിക്കും. ഇത്ര നാൾ തണുപ്പത് സൂചിച്ചടക്കുമല്ലോ. ഇവിടെ ഏത് സമയത്താണ് തണുപ്പ് വരുന്നത്? ഇവിടെ നവംബർ 1 വരെ തണുപ്പാണ്. ശരിക്കും ഇപ്പോൾ ചൂട് തുടങ്ങേണ്ട സമയമാണ്. നമ്മളിന്ന് മഴയായതുകൊണ്ട് അവിടെ ബ്ലൂ മൗണ്ടൻസിൽ അത്രയും തണുപ്പാണ്. പക്ഷെ വലിയ കുഴപ്പമില്ല. ഞാൻ വെച്ച് ഒരാൾക്ക് $125 ആവുന്നത്. ഓക്കെ എവിടെ അവൻ വെയിലായോണ്ടാ നമുക്ക് വൈകിട്ട് ഇറങ്ങാന്ന്. നമുക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഇന്ന് മമ്മരെ കണ്ടിട്ട് നമ്മൾ പോകും. ഇവർ 5 ആകുമ്പോൾ അടക്കുമല്ലോ. പിന്നെ എല്ലാവരും ഇറങ്ങി പോവുകയാണെങ്കിൽ 5 ഒളിച്ചിരിക്കണം. പോയി കഴിയുമ്പോൾ നമുക്ക് നടന്ന് കാണാമല്ലോ. പോകുമ്പോൾ വലിയ കടുവയുടെ കൂടൊക്കെ തുറന്നിട്ടായിരിക്കും പോണേ. തീർന്നു. ഇവിടെ ആരുടെ കിടപ്പുണ്ട് നടത്തോട്ടില്? എവിടെ? കുറുക്കനാണോ? കുറുക്കനാണ്. മറ്റേ എന്നെ ഹൈൻസ് അങ്ങനെ സാധനമില്ലേ? അതായിരിക്കും. അതെ ഹയൻസ് പഠിക്കാൻ പോകണം. പിള്ളേർക്കറിയാം. ഞങ്ങൾ
പിള്ളേരെ കൊണ്ട് ടൂറിന് സൂവിൽ പോകുമ്പോൾ ഒക്കെ പിള്ളേരെ കറക്റ്റ് സാധനത്തിന് പേരറിയാം. അതാ നമ്മൾ പഠിക്കാൻ വിടുമ്പോൾ പഠിക്കാൻ പോയില്ല, നമ്മൾ കുഴപ്പമല്ലോ. നമ്മളാണ് പിള്ളേർക്ക് മാർക്കില്ലെന്നും പറഞ്ഞാൽ കിടന്ന ബഹളം ഉണ്ടാകും. സത്യം 100%. ഞാൻ ഭാര്യയോട് പറയും, ഭാര്യ പിടിക്കണമായിരുന്നല്ലോ. ഞാൻ ഭാര്യയോട് പറയും ഒരു ഗ്ലാസ് വെള്ളം. നമ്മളിവിടെ വന്ന് ആനയുടെ ഫോട്ടോ എടുക്കുന്നു, ആലോചിച്ച് ദാരിദ്ര്യം. കേരളത്തിൽ നിന്ന് വന്നിട്ട് നമ്മൾ ആനയുടെ ഫോട്ടോ വീഡിയോ എടുക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ആന എന്ന് പറയുന്നത് പ്രശ്നമല്ലല്ലോ. അതെ, തൃശ്ശൂർ പൂരത്തിന് പോയാൽ നിരന്നിരിക്കുന്നതാണ്. എനിക്ക് ഇതുവരെ അതിനോട് ചാൻസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പോയിട്ടുണ്ട്? ഞാൻ തൃശ്ശൂർ പോയിട്ടുണ്ട്, തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ല. എനിക്ക് ആ നിരന്ന് നിൽക്കുന്നൊന്ന് കാണണമെന്ന് ഭയങ്കര. എനിക്ക് തൃശ്ശൂർ പൂരത്തേക്കാളും രസം എവിടെയാണെന്നറിയാവോ? മറ്റേ ഓണത്തിൻ്റെ 3-ാം ദിവസമുള്ള. അപ്പോൾ മുമ്പേ പറഞ്ഞ സാധനം ഇതാണ് ഹൈനാസ്. ഹൈനാസ് ആർ ഹിയർ. എന്തി തോംസൂട്ടിയാ. ശിവന്മാരെ ആഫ്രിക്കയിലൊക്കെ മറ്റേ പട്ടിയെ കൊണ്ടു നടക്കുമല്ലോ അല്ലേ? ആ, മറ്റേ ഈ ചില ആഫ്രിക്കൻ മറ്റേ ഗ്യാങ്സ്റ്റേഴ്സൊക്കെ ഇതുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ കണ്ടിട്ടില്ല നിങ്ങൾ? ഇവിടെ ജിറാഫ് ഉണ്ടാവും, പിന്നെ ഇവിടെ വന്നാൽ മിസ്റ്റർ റൈനോ ഉണ്ടാവും, പിന്നെ മിസ്റ്റർ റൈനോ കഴിഞ്ഞാൽ ഇടയ്ക്കൊരു മാന്നിപ്പുണ്ടാവും, നട്ടുച്ച വെയിലത്ത് തണൽ കൊള്ളുന്ന ജിറാഫ്. ഉറങ്ങുകയാണ് ഗൈസ്, ഉറങ്ങുക. പോവാം. ഇതാണ് ഒട്ടപ്പക്ഷി അല്ല, അതെ, ദിസ് ഈസ് ക്യാമൽ. അങ്ങനെ സിഡ്നി സൂയിൽ ഒട്ടകം. ആഹാ, മുട്ടയിൽ നിന്ന് അഴയുന്ന ആണോ? കഷ്ടം. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ദാരിദ്ര്യമായ സെറ്റപ്പിലാണ് ഈ ഒട്ടകത്തേക്ക് വളർത്തുന്നത്. ആന്നേ, ഞാൻ വെച്ച സിഡ്നി സൂ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവമായിരിക്കും. ഇതിനേക്കാൾ എത്ര ഇത് കാണുമ്പം നമ്മുടെ ബാംഗ്ലൂരില്ലേ, ബാംഗ്ലൂരാണോ നിങ്ങൾ? ബാംഗ്ലൂരാണോ പറഞ്ഞത്? ബംഗളൂരു കിടില സൂ ഉണ്ടെന്ന് പറഞ്ഞു. അത് മൈസൂര്. അടിപൊളി സൂ, അത് ബ്യൂട്ടിഫുൾ സൂ. ഇതിലൊക്കെ കിടില്ല. ഇതൊക്കെ അതിന്റെ ഒരു 10% ഉള്ളൂ. അത്ര സെറ്റപ്പാണോ? അടിപൊളി സൂ. അതൊന്നും മാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരാൾ അടിപൊളി സൂ എന്ന് പറഞ്ഞു. അതായത് സാധാരണ എല്ലാ സൂവേ ഞാൻ ബാംഗ്ലൂരിലെ സൂ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കടുവേനെ കാണുമ്പോൾ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് 1/2 കിലോ ഇറച്ചി കൊണ്ടുവന്നിട്ട് അതിന് കൊടുത്തേക്കാ വരുന്നത്. ദാരിദ്ര്യം ഒന്നും ചെയ്യില്ല, കടുവയൊന്നും ചെയ്യില്ല. കാരണം അതിന് വിശക്കുന്നുണ്ടെങ്കിലും എണീറ്റ് നിന്ന് ചാടിയല്ലേ നമ്മളെ പിടിക്കാൻ പറ്റുള്ളൂ. കഷ്ടപ്പാടിൻ്റെ സൂ അതാണേ. പക്ഷേ മൈസൂർ സൂവോ അത് ഇപ്പോൾ ഇവിടെ കാണുന്നില്ല, ഓരോന്നിനും സ്പോൺസേർഡ് എന്നൊക്കെ പറഞ്ഞാലേ, അതുപോലെ ഓരോരുത്തരും ഓരോ മൃഗങ്ങളെ സ്പോൺസർ ചെയ്യുന്നതാണ്. ആണല്ലേ? അത് നല്ല കാശുള്ള ടീമുകളായിരിക്കും സ്പോൺസർ ചെയ്യുന്നത്. അടിപൊളിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. നല്ല ഭംഗിയാണ്. അതായത് ഇങ്ങനെ ഒരു വൃത്തികേടേ ഇല്ല. നല്ല ഭംഗിയായിട്ട് മൃഗങ്ങളൊക്കെ നല്ല എനർജി ആയിട്ട്. കടുവേനൊക്കെ കണ്ട കുടുംബത്ത് പറഞ്ഞ കടുവ എൻ്റെ അമ്മേ, അടിപൊളിയായിട്ട്. ഇതിൽ നന്നായിട്ടൊരു എക്സ്പ്ലനേഷൻ കിട്ടുമോ? കടുവ അല്ല, കുടുംബത്തിൽ പറഞ്ഞ കടുവയാണ്. എനിവേ, സിഡ്നി സൂ വാസ് ബിറ്റ് ഡിസപ്പോയിൻറ്റിങ്. ഞങ്ങൾ ഉദ്ദേശിച്ചൊരു അതെ, മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇറ്റ് വാസ് എൻ ഓക്കെ. മേ ബി വെതർ കൊണ്ടായിരിക്കാം, മേ ബി എന്താ പറയുന്നത്, ഞങ്ങൾ വന്ന സമയത്തിൻ്റെ ആയിരിക്കാം. ബട്ട് ഓക്കെ, നോട്ട് ബാഡ്. നമ്മളിതിലും ബാഡായിട്ടുള്ള സൂസ് കണ്ടിട്ടുണ്ട്. തൃശ്ശൂർ സൂ അങ്ങനെ പറയുന്നത്. പഴയ തൃശ്ശൂർ സൂ ഭയങ്കര മോശമാണ്. പക്ഷെ പുതിയ തൃശ്ശൂർ അടിപൊളി സൂവാണ്. ഓസ്ട്രേലിയൻ ഡിസൈനറാണ്, ഓസ്ട്രേലിയ സൂ ചെയ്യുന്നവരാണ്. ഒരു ഡിസൈനറാണ്. ഇവനെ കൊണ്ടാണ് ഇവനായിരിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ അത് ഇതുപോലെ നമ്മൾ വണ്ടിയെ പോകുന്ന സെറ്റപ്പ് എന്ന് തോന്നുന്നു. ഈ മെൽബണിലൊരു സൂ ഉണ്ട്, മെൽബൺ സൂ അല്ല, സ്ഥലത്തിൻ്റെ പേര് ഞാൻ വെരിബി സൂ. ഇതുപോലെയാണ്, നമ്മൾ കൂട്ടിലും മൃഗങ്ങൾ വെളിയിലുമാണ്. അങ്ങനെ വേണം സൂ അല്ലേ? അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് കൊടുക്കണം. അതെ, അത് അടിപൊളിയാണ്. ഈ സൂവിനേക്കാൾ എനിക്ക് തോന്നുന്നു വെരിബി സൂ ആണെന്നല്ല. ഞാൻ വെരിബി സൂ ചിലപ്പം പോകുന്നുണ്ട്, എൻ്റെ ഷെഫ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്കൊരു ഇൻവിറ്റേഷൻ ഉണ്ട്, ചിലപ്പം വെരിബി സൂവും കൂടെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു വ്യത്യാസം മനസ്സിലാവും. എനിക്ക് വെള്ളം വേണം. ഞാൻ
തൽക്കാലം വെള്ളം മതി. നിങ്ങൾക്ക് ഐസ്ക്രീം ആണോ? Tonight dough, right? Pardon? Both of us together. Tonight dough, right? Which one? ഇതല്ലേ? Yeah. Tonight dough, 1 scoop. This one. Second last one. Yeah, one. And 1 water. 1 bottle of water. ഇതിന് എക്സ്ട്രാ പൈസ പേ ചെയ്യണം തോന്നുന്നല്ലേ? Oh, look at the meerkats. Meerkats. അമ്മാണ്ടോ തലവൊക്കെ നോക്കുന്നുണ്ടോ? Rendering an animal habitats. ഓഹോ, നിങ്ങൾ പോയ സാധനം ഇത് ഇതിൽ നിങ്ങൾ തപ്പിക്കൊണ്ടിടുന്ന സാധനം മിസ്റ്റർ കൊയല എന്നല്ലേ പറഞ്ഞു? നല്ല ഫ്രഷ് സാധനമാണ്. ഒരു സന്തോഷം നോക്കി. തൊലി ഉരിഞ്ഞിട്ടിരിക്കണോ? ഇതിപ്പോൾ ആന ഇപ്പോൾ പാമ്പായി. ഈസ്റ്റേൺ ബ്രൗൺ സ്നേക്ക്. ഈ ഓസ്ട്രേലിയയിൽ ഇഷ്ടം പോലെ പാമ്പുണ്ട് കേട്ടോ. ഉണ്ടോ? പിന്നെ ഭയങ്കര പാമ്പുകളാണ്. പ്രത്യേകിച്ച് ഇതേ ഇങ്ങനെയുള്ള മറ്റേ ചുമന്ന മണ്ണുള്ള സ്ഥലമില്ലേ, ഈ പറയുന്ന ഇങ്ങ സൈഡ്, അങ്ങനത്തെ സ്ഥലത്തുള്ള പാമ്പ് ബ്ലാക്ക് ഹെഡഡ് പൈത്തോൺ. ഇത് ഈ മുട്ടയിട്ട് വെച്ചിരിക്കണോ? അല്ല, എന്ത് മുട്ടയാണോ അത്? മുട്ടയല്ല, ഒറിജിനൽ മുട്ടയാണ്. ഓഫ് സ്കെയിൽ പൈത്തോൺ റെയറസ്റ്റ് സ്നേക്കാണ്. എന്തിങ്ങനെ തുപ്പി വെച്ചിരിക്കണോ? എന്ത് ഓക്കെ. ഗ്രീൻ ട്രീ പൈത്തോൺ. എല്ലാം ഓസ്ട്രേലിയ പാമ്പാണോ? അല്ല, ഇത് ഓസ്ട്രേലിയ അല്ല. ദിസ് ഈസ് റെഡ് കങ്കുറൂസ്. ഇവിടെ എഴുതിയിരിക്കുന്ന ഓക്കെ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് തോന്നുന്നല്ലേ? ഹസ്ബൻഡ് ആൻഡ് ഡബിൾ എന്ന് വിളിക്കുന്നത്. ഈ നല്ല ചക്കരക്കൊട്ടണുള്ളടാ, ഒരു ഡബിളും ഇല്ല അല്ലേ? ഒരു ഡബിളിൻ്റെതായ യാതൊരു ശീലമില്ലാത്ത ഒരു പാവം ചെറുക്കൻ. നമ്മുടെ നാട്ടിലെ ചെറിയ പന്നിയുടെ ഒക്കെ ചെറിയ ലുക്ക് ഉണ്ടല്ലേ? പന്നിയല്ല, മറ്റേ ഇതല്ലേ നമ്മുടെ എന്തേലും പറഞ്ഞേ, മരപ്പട്ടി. മരപ്പട്ടി പൂച്ച പോലെ അല്ലേ ഇരിക്കുന്നത്? പിന്നെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ആ, പക്ഷെ മെയ്ഡ് ഇൻ ചൈന എന്നേ ഉള്ളൂ. എല്ലാം പിന്നെ അറിയുന്ന തന്നെ വർക്ക് ചെയ്യും. ഇതാണ് ഓസ്ട്രേലിയൻ ട്രൈബൽസ് യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ ഒരു ഡിസ്പ്ലേ. ഇതവർ യൂസ് ചെയ്യുന്നതാണോ? കുഞ്ഞിനെ കിടത്താനാണോ? എന്ത് തലക്കടിച്ചു കൊല്ലാനായിരിക്കും. ഇവരുടെ ഇവിടെ ഒരു ഷോ ഉണ്ടായിരുന്നെങ്കിൽ കാണാം അല്ലേ? ശരിക്കും ആഹാ, ഇത്രയൊക്കെ കട്ട മലയാളം പറയാറിയാം. പിന്നെ അപ്പോൾ ഇതിൽ നമ്മളെ ഇതിനുള്ളൊരു സാഹചര്യം ഒരുക്കി തന്ന കമ്പനിക്കാർക്കും ഡി എൻ എക്കും
ഓൾ ഇന്ത്യ BNI അസോസിയേഷനും ഓൾ ഓസ്ട്രേലിയ മലയാളി അസോസിയേഷനും. മലയാളി അസോസിയേഷൻ എന്താ പങ്ക്? ചുമ്മാ ഇരിക്കട്ടെ, ആർക്കെല്ലാം നന്ദി പറയണ്ടേ. ഓൾ ഓസ്ട്രേലിയ മലയാളി അസോസിയേഷനും പാലായിൽ നിന്നുള്ള എല്ലാ പത്തനംതിട്ടയിൽ നിന്നുള്ള അല്ലെങ്കിൽ കോഴഞ്ചേരി എന്നുള്ള ലിജിൻ്റെയും പേരിലുള്ള അങ്ങനെ വലിയൊരു ആഗ്രഹമായിരുന്നു കങ്കാരുവിൻ്റെ കൂടെ നിൽക്കുക, കങ്കാരുവിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുക, കങ്കാരുവിന് ഫുഡ് കൊടുക്കുക. അങ്ങനെ അത് സാധിച്ചു. അവിടെ ഇവിടെ എമിലിന്ന് വിളിക്കണം, എമിലി. കൊത്തും കേട്ടോ, വെറുതെ കൊത്തു വാങ്ങിക്കണോ? മനസ്സിലായി, ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല, പറ്റിയില്ല. അതെ അതെ, ബാ പോ. ബുദ്ധിയുള്ള ജീവിയാട്ടോ നമ്മളെക്കാലം. പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. അതൊന്നും വേണ്ട, എനിക്ക് ചെറിയ ഫാൻ, കുഞ്ചു ഫാൻ. ഫാനുണ്ട്. എന്ത് ഫാനാണല്ലോ, വാട്ടർ സ്പ്രേയർ. No, we're going back in time to the first Thanksgiving to get turkey off the menu. That's it. Look at it. It's tremendous. Get axolotl. It's like $19. $19 ആണ്. പൊടിക്ക് വാങ്ങിച്ചാലും ഒരെണ്ണം. ഞാൻ വിചാരിച്ചാൽ കൊച്ചിന് പൊടിക്കൊച്ചിന് ഒരെണ്ണം വാങ്ങിക്കാം. ഇതുള്ളേ ഇതെന്നാ വില? ഇത് താഴെപ്പോയി. 10 രൂപ. 3 30 രൂപ. ഇത് ഒരെണ്ണം എടുത്താലോ? ഒരേപോലെ ഉള്ള എടുക്കണം, അല്ലേ അടി കിടക്കും. ഇതോ കങ്കരുതോ? ആ ശരി. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. Wow, that's nice. പിന്നെ കയ്യെ കയറ്റിയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. സോ $2 for $40. സ്പൈഡറാണോ? എൻ്റെ പൊടിക്ക് ഇഷ്ടം ആനയാണ്. ഇതോ ഉണ്ട് മാഗ്നറ്റിക്. മാഗ്നറ്റിക് ഗൈസ് പിടിച്ചാൽ. അപ്പോൾ ഗൈസ് ഞങ്ങൾ സൂവിൽ നിന്നിറങ്ങി മിൽസൺസ് പോയിന്റിലേക്ക് പോവാണ്. ഇവിടെ നിന്നൊരു ബസ് പിടിക്കണം. എപ്പോഴും ടാക്സി വിളിച്ചാൽ നമ്മൾ അഹങ്കാരികളാണെന്ന് പറയല്ലേണ? അഹങ്കാരികളാന്ന് പറയുന്നുണ്ടല്ലോ, കൈ കാശില്ലാത്തണ്ടാ. അതൊരു അവസ്ഥയാണ്, സത്യാവസ്ഥയാണ്. വെറുതെ നമ്മൾ ഡോളേഴ്സാണല്ലോ പോകുന്നു. $10. സിഡ്നി ഈസ് സോ എക്സ്പെൻസീവ്. ഓക്കെ ഗൈസ്, സംഭവം സിഡ്നി അടിപൊളിയെന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവാണ്, ഭയങ്കര എക്സ്പെൻസീവ്, സൂപ്പർ എക്സ്പെൻസീവ്. അപ്പം ഞങ്ങളെന്ന് വിചാരിച്ചു നടന്നിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ശക്തിപ്പെടുത്തുക എന്നുള്ള അതെ ലക്ഷ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ നടന്നുണ്ട. സീബ്ര ലൈനൊക്കെ കണ്ട നടന്നു പോകുമ്പോൾ ആ പുള്ളിക്കാർ പറഞ്ഞ് ഇടതോട്ട് പോകുമ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടെന്നല്ലോ പറഞ്ഞു. അപ്പോൾ അവിടെ വീട് അവിടെ ഞങ്ങൾ ബസ് പിടിച്ച് മിൽസൺസ് പോയിന്റിലേക്ക് പോകുന്നതായിരിക്കും. ആകാശം മേഘാവൃതമാണ്, എങ്കിൽ തന്നെ നല്ല ചൂടുണ്ട്. മേഘാവൃതമായിട്ടല്ല, ഇവിടുത്തെ മേഘങ്ങൾ കളിപ്പില്ല. നമ്മുടെ നാട്ടിലെ മേഘം പോലാണ് നല്ല. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ചിലപ്പോൾ അടുത്ത എപ്പിസോഡായിരിക്കും മിൽസൺസ് പോയിന്റ്. കാരണം വലിച്ചു നീട്ടി എഡിറ്റ് ചെയ്യുമ്പോൾ അറിയത്തുള്ളൂ ഇത് എങ്ങനെ ആവുമെന്ന്. ഇങ്ങനത്തെ കഥയും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് എന്നാവുമെന്നൊരു പിടുത്തമില്ല. കഥ പറയണ്ടേ? ഞാൻ പറഞ്ഞ ഇതിപ്പോൾ ഈ എപ്പിസോഡ് തീരുവാണെങ്കിൽ മിൽസൺസ് പോയിന്റ് അടുത്ത എപ്പിസോഡായിരിക്കും. എന്നാൽ ക്രോസ് ചെയ്യല്ലേ വണ്ടി വരുന്നു. അടുത്ത ഇവിടെ 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 ക്രോസ് ചെയ്യാനായിട്ടൊരു സാധനമുണ്ട്. നമ്മുടെ നാട്ടിൽ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് വ്യത്യാസം.
പറഞ്ഞോ എന്തോ അതല്ലേ നമ്പർ പ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. രണ്ടും ഉണ്ട്, അപ്പുറം ഉണ്ട് ഇപ്പുറം ഉണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങോട്ട് എങ്ങനെ എത്തും? അങ്ങോട്ട് ഇതിലെത്തും. പണിക്കൂടെ കയറി യാ വൈ നോട്ട്. നമ്മൾ ഇവിടെ തന്നെ വീണ്ടും നാട്ടിലെ പോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ ചോമ്പിൽ തന്നെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ മിൽസൺസ് പോയിൻറ്റിലോട്ടുള്ള ബസ് തപ്പിപ്പോവുകയാണ്. അവിടെ നിന്നൊരു അടിപൊളി വ്യൂ ഉണ്ട്. പണ്ടൊക്കെ അവിടെ പോയി ഇരുന്നിട്ടുണ്ട്. ഞാൻ അണ്ണനെ അതൊന്ന് കാണിക്കാമെന്ന് വെച്ച് കൊണ്ടുപോകണം. എനിവേ ലെറ്റ്സ് സീ.